ആമിക്കു ഡ്രീംസിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നത്തെ ഒരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞാൽ വെറുതെ ഇവരുടെ കൂടെ കുറച്ച് നേരം ഇരിക്കുക. അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ എൻ്റെ ഒരു അനുഭവം വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറയണത്. അപ്പോൾ നമുക്കിപ്പോൾ എന്തെങ്കിലും അസുഖമൊക്കെ വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ പിന്നെ വേദനിക്കുന്ന അസുഖങ്ങളൊക്കെ ആണെങ്കിൽ നമുക്കത് മരുന്ന് കഴിച്ച് മാറ്റാം. പക്ഷേ ചില അസുഖങ്ങളൊന്നും മരുന്ന് കഴിച്ചാൽ അല്ലെങ്കിൽ ചില വേദനകൾ മരുന്ന് കഴിച്ചാലൊന്നും മാറില്ല. അപ്പോൾ അതിനുള്ളൊരു മരുന്നാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇവർ രണ്ടുപേര്. കാരണം ഞാൻ ഇവരെ കൂടെ നടക്കുന്ന ഓരോ സമയവും ഞാൻ അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിന് അവർക്കൊരു സന്തോഷം, എനിക്കൊരു സന്തോഷം, അത്രയേ ഉള്ളൂ. ഇപ്പോൾ ഇതിൽ ഞങ്ങളങ്ങനെ പെട്ടുപോയി. വേറൊന്നുമല്ല, മുമ്പേ നിന്നിപ്പോൾ ഇവിടെ ഇങ്ങനത്തെ പെറ്റ്സൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇങ്ങോട്ട് ഒരു ദൈവനിശ്ചയമായിരിക്കും. ഞങ്ങളെ വീട്ടിൽ ഇവിടെ ഒരു പണിക്ക് വന്നിരുന്നു ഒരാളെ. അപ്പോൾ അയാൾ വലിയ മരിച്ചു. അപ്പോൾ അയാൾ പറയണ്ടായി എൻ്റെ അടുത്ത്, ഇതൊക്കെ ഒരു നിയോഗമാണ്. കാരണം പഞ്ചാബ് കിടക്കുന്ന ഒരാൾ ഈ മിക്കുനെ പറയണതാണ്, ഒരാൾ നിങ്ങളുടെ കയ്യിൽ എത്തണമെങ്കിൽ, പിന്നെ അത് ഞങ്ങൾ സാധാരണക്കാരാണ്, ഞങ്ങളെ കയ്യിൽ എത്തണമെങ്കിൽ അതൊരു ദൈവനിശ്ചയമാണ് അറിഞ്ഞു അയാൾ. അതേപോലെ അപ്പം ഞാൻ എൻ്റെ എല്ലാ വേദനകളും വിഷമങ്ങളും എല്ലാതും മറക്കണത് ഇവരുടെ കൂടെ കുറച്ച് നേരം കളിക്കുമ്പോഴും, കുറച്ച് നേരം നല്ല ദിവസം ഫുൾ ടൈം ഇവരുടെ കൂടെയൊക്കെ തന്നെയാണ്. അപ്പോൾ ഇവരുടെ കൂടെ കളിക്കുമ്പോഴാണ് ഈ രണ്ടുപേരുമായിട്ട് ഞാനൊരു 4 മണി 4:30 കുട്ടികൾ സ്കൂളിൽ വിട്ട് വരി, അടുത്ത് വിട്ട കുട്ടികളാണ്. അപ്പോൾ അവർ ഈ മതിലിൻ്റെ പുറത്ത് വന്ന് നിൽക്കും ഇവരെ കാണാൻ വേണ്ടിയിട്ട്. അവരെ ഇഷ്ടമുള്ള ഒരുപാട് കുട്ടികളുണ്ട്. പക്ഷേ ചിലവർക്കൊക്കെ വീട്ടുകാർക്ക് കടിക്കുമെന്ന് പേടിച്ചിട്ട് പറഞ്ഞേക്കാനൊക്കെ മടിയുള്ളവരും ഉണ്ട്. എന്നാലും കുട്ടികൾക്ക് ഇഷ്ടമാണ് വരും. അപ്പോൾ അങ്ങനെ വന്ന് നിൽക്കുക, അവരുടെ അടുത്ത് സംസാരിച്ചിട്ടും ഇവരെ കാണാൻ വേണ്ടിയിട്ടാണ് അവർ വരുന്നത്. അപ്പോൾ ഞാനും അവിടെ പോയിരിക്കും. ഞങ്ങളൊരു 5:45 6 മണി വരെ ഇതേപോലെ ഇങ്ങനെ പുറത്തിരിക്കും കുറച്ച് നേരം. അന്നത്തെ ദിവസം അങ്ങനെയാണ് കഴിയും. ഉച്ചവരെ ഞാൻ വീട്ടിലത്തെ കുറച്ച് പണികളും എല്ലാതും കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ ഇഷ്ടത്തിന് അവർക്ക് ഫുഡ് കൊടുക്കണം. അങ്ങനെ ആ ഒരു ഇതിലൊക്കെ ഇരിക്കും. അപ്പോൾ ഇത് ഇപ്പോൾ രണ്ടാളും കൂടി ഞാനൊരു 5 മണിക്ക് ഇരിക്കുകയാണേ. അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിക്കുക, ഒരുപാട് വിഷമങ്ങൾ നമുക്ക് ഇങ്ങനത്തെ ഒരു പെറ്റ്സ് നമ്മളെ കയ്യിലുണ്ടെങ്കിൽ, അത് ഒന്നായാലും മതി നമുക്കുണ്ടെങ്കിൽ. അതേപോലെ ഒറ്റപ്പെടുന്ന ആളുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് മാനസികമായിട്ട് വിഷമമില്ലാത്തവരിപ്പോൾ ആരും ഉണ്ടാവില്ല, ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ അവരൊക്കെ അങ്ങനത്തെ എന്തെങ്കിലും ഒരാളെ വളർത്തിയാൽ മതി. എന്നാൽ തന്നെ അറിയാം അവരുടെ കൂടെ കുറച്ച് നേരം നടക്കുമ്പോൾ. ആദ്യമൊക്കെ നമുക്ക് ഇഷ്ടമുണ്ടാവില്ല, എനിക്കും ഇഷ്ടമുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ അവരുടെ കൂടെ കുറേയൊക്കെ മനസ്സിൻ്റെ വിഷമം അങ്ങനെയോട് പോകും നമുക്ക്. അപ്പോൾ അതപ്പോൾ ഞാൻ പറയണത്, ഇപ്പോൾ ഈ മിക്കു ആമി ഉണ്ടാവുകൊണ്ടാണ് ഞാനിങ്ങനെ എത്രയെങ്കിലും ഒരു സന്തോഷമായിട്ട് നടക്കണത്. അല്ലെങ്കിൽ എന്ത് സന്തോഷം ഉണ്ടാവുക, ഒന്നും ഉണ്ടാവില്ല. ഒറ്റയ്ക്ക് എത്ര വെച്ചിട്ട് ഒരാളിരിക്കുക. പിന്നെ ഇപ്പോൾ ഒരു വീട്ടിൽ പോയിരിക്കുക പറഞ്ഞാൽ ഞാനത് ചെയ്യാറില്ല. എന്തെങ്കിലും ആവശ്യത്തിന് മാത്രം പോകുന്നല്ലാതെ അല്ലാതെ അടുത്ത വീട്ടിൽ പോയിരിക്കുക അങ്ങനത്തെ ഒരു സ്വഭാവമൊന്നും ഇല്ല. ഇനി അത് ചെയ്യണത് ഇഷ്ടമല്ല. നമ്മളെ കുടുംബക്കാരോടൊക്കെ ഒന്ന് വിളിച്ചാൽ പോകും. അല്ലാണ്ട് ഇപ്പോൾ നമ്മളിങ്ങനെ എപ്പോഴും അപ്പുറത്ത് വീട്ടിൽ അവിടെ ഇവിടെയൊക്കെ പോയിരിക്കുക എന്ന് പറഞ്ഞാൽ അതൊന്നും ചെയ്യാറില്ല. ഒന്നും ഉണ്ടായിട്ടില്ല, തെറ്റുണ്ടായിട്ടോ അല്ലെങ്കിൽ വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഈ ഏരിയ എന്ന് പറഞ്ഞാൽ കുറച്ച് ഉൾനാടല്ല അത് കാരണം തേരിയും പോവില്ല ആരും. അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് പറയുക, എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കുക, ചക്കയും മാങ്ങയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ച് കൊടുക്കുക, അതൊക്കെ ഉണ്ട്. അല്ലാതെ നമ്മളൊരു വീട്ടിൽ പോയിട്ട് എപ്പോഴും ഇരിക്കുക അതൊന്നുമില്ലേ. നമ്മൾ ഇങ്ങനെ വേണ്ട എന്തെങ്കിലും ഇടയ്ക്ക് എപ്പോഴെങ്കിലും എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഒന്ന് പോവും, അത്രയേ ഉള്ളൂ. അപ്പോൾ കൂടുതൽ സമയം ഇവരുടെ അടുത്ത് തന്നെയല്ലേ. അപ്പോൾ മാനസികമായിട്ട് എന്തെങ്കിലുമൊക്കെ പിരിമുറുക്കുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരാളെ വളർത്തുകയാണെങ്കിൽ നമുക്ക് എങ്ങോട്ട് പോകാൻ പറ്റില്ല. അതൊരു നെഗറ്റീവാണ്. കാരണം ഇവർക്ക് ഭക്ഷണം കൊടുക്കണം, ഇവർക്ക് പുറത്തേക്ക് മൂത്രമൊഴിക്കാനോ എന്തിനേലും ഉണ്ടെങ്കിൽ അതിന് വിടണം എന്നൊക്കെയുള്ള ആ ഒരു ടെൻഷൻ ഉണ്ടാവും. അത് കാരണം എവിടേക്കും പോകാനൊന്നും പറ്റില്ല, വീട്ടിലൊരാൾ വേണം. അല്ലെങ്കിൽ എന്താ വെച്ചാൽ അങ്ങനെ പൂട്ടിയിട്ട് പോലെ അതൊരു മോശമാണ്. ഞാൻ ഇപ്പോൾ എവിടേക്കും പോവില്ല, ഇവരുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പോവുകയാണെങ്കിൽ തന്നെ പോവുള്ളൂ, അല്ലെങ്കിൽ പോവില്ല. ഒരു നേരം പോയാൽ തിരിച്ചു വരാൻ നേരം വൈകുമോ എന്ന് വിചാരിച്ചിട്ട് ഇരിക്കും. അപ്പോൾ ഞാൻ ഇപ്പോൾ പറയാൻ കൊണ്ടുവരുന്നത് എന്താണെന്ന് വെച്ചാൽ, അത്രയും നമ്മൾ വിഷമിച്ച് ഇരിക്കുകയൊക്കെ ആണെങ്കിൽ ഒരു എൻ്റർടൈൻമെൻറ്റ്, നമുക്കൊരു സമയം പോക്ക്, അത്രയേ ഉള്ളൂ. അതിലിങ്ങനെ നമ്മളെ കാര്യങ്ങൾ നോക്കിയിട്ട് ഇപ്പോൾ ആമിയൊക്കെ പറഞ്ഞാൽ ആമിയൊന്നും തൊട്ട മേലും തന്നെ പോവില്ല. അങ്ങനത്തെ ഒരു സ്വഭാവം ആമിക്ക്. ആമി അതെ. മിക്കു പിന്നെ അങ്ങനെ അങ്ങോട്ട് ഇതാവൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഈ കാര്യങ്ങളൊക്കെ പറയണേ. ഞാൻ ഒരു പെറ്റ്സിനെ, ഇനി പക്ഷികളായാലും വേണ്ടില്ല, ഇഷ്ടപ്പെട്ടതിനെ ഇപ്പോൾ പൂച്ചക്കുട്ടീനെയൊക്കെ പൂച്ച വളർത്തി എന്താണെന്നറിയാം, അവർ ഇറങ്ങിപ്പോവും വീട്ടിൽ നിന്ന്. ഇത്ര നമ്മൾ വില കൊടുത്ത് വാങ്ങിയതാണെങ്കിലും അവരൊരു സമയം വന്നു, പക്ഷെ ഇവർ പോവില്ല. ഇവർ എവിടേക്കും പോവില്ല, നമ്മളെ വീട് വിട്ടിട്ട് നമ്മളെയും വിട്ടിട്ട്. അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. മറ്റുള്ള പക്ഷികളൊക്കെ പറഞ്ഞപ്പോൾ കൂട്ടിലല്ലേ ഇടുക. അപ്പോൾ ഇതൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുതേ. ഇനി കൂടുതൽ ഇവരുടെ വീഡിയോ ഒക്കെ ആയിട്ട് നാളെയും വരാം. അപ്പോൾ ഡെയിലി വീഡിയോ കണ്ടിട്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം, അത്രയൊക്കെ തന്നെയുള്ളൂ.
ഇന്ന് മക്കളോടൊപ്പം ഇരുന്നിട്ടുള്ള ചെറിയൊരു വീഡിയോ എടുത്തിട്ട് ഇട്ടതാണ് ഞാൻ.